കേരള സാമൂഹിക നവോത്ഥാനവും മദർ ഏലീശായും എന്ന വിഷയത്തിന് റെസ്പോൺസ് നൽകുന്ന ഡോക്ടർ മിലൻ ഫ്രാൻസ്. എങ്ങനെയാണ് ഒരു നവോത്ഥാന നായിക എന്നുള്ള നിലയിൽ മദർ ഏലീശ വ്യത്യസ്തയാകുന്നത്? ബാക്കിയുള്ള ചരിത്രം നമ്മൾ കേട്ടു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെല്ലാവരും പറഞ്ഞു വെച്ച ഒരു സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ മിനിയാങ്കണിമാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ചലനങ്ങളുണ്ടായ അല്ലെങ്കിൽ സാമൂഹ്യ മുന്നേറ്റങ്ങളും സമരങ്ങളും ഉണ്ടായ കാലഘട്ടമാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു, ഞാൻ വലിയൊരു ചരിത്രത്തിൽ അവകാശമുള്ള ആൾ അല്ല എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് സ്ത്രീകളുടെ അവസ്ഥ തീർച്ചയായും അല്ലെങ്കിൽ സമൂഹത്തിന്റെ അവസ്ഥ വളരെ മോശമായൊരു ഈ പറയുന്ന മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ ജനങ്ങൾ ഈ പാട്രിയാർക്കിയുടെയും അതുപോലെ ഫ്യൂഡലിസത്തിന്റെയും കാസ്റ്റ് സിസ്റ്റത്തിന്റെയും ഒക്കെ ഇരുൾ വീണ് കിടന്നൊരു കാലഘട്ടത്തിലൂടെ അതിന്റെ വേദനകളും വിഫലതകളും അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോയ കാലമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു സ്ത്രീ, അതാണ് സാറാ ഒരു പോയിന്റിൽ പറയുന്നത്, വിധവയായ ഒരു സ്ത്രീ ഒരു സന്യാസിനിയാവുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു വിവാഹം കഴിഞ്ഞ് അത് 16 വയസ്സിൽ വിവാഹിതയായി 19 വയസ്സിൽ വളരെ ചെറുപ്പത്തിൽ ഒരു ടീനേജ് കടന്നിട്ടില്ലാത്തൊരു പെൺകുട്ടി എന്നതിനെ പറയേണ്ടി വരും ഒരു വിധവയാവുകയും ആ വിധവ സമൂഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന വിധവ എന്ന് പറയുന്ന ഒരു ശാപമായി കാണുകയും ഒരുപക്ഷെ മറ്റു ഹിന്ദു മുസ്ലിം സമുദായങ്ങളിൽ കുറച്ച് വ്യത്യസ്തമായി നമുക്ക് ഒരു അത്രയ്ക്കും ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലെങ്കിൽ പോലും ഒരു വിധവ ഒരു വീടിന് പുറത്തിറങ്ങുക, ജോലിക്ക് പോവുക അല്ലെങ്കിൽ പഠിക്കുക, ഇതൊക്കെ ചിന്തനീയമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇവരൊരു സന്യാസിനിയാകുന്നത്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസിനി സഭയ്ക്ക് രൂപം കൊടുക്കുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ കർമ്മലീത സന്യാസിനി സഭയ്ക്ക് രൂപം കൊടുക്കുന്നത്, അത് ഞാൻ ഈ പറഞ്ഞ പോലെ ചരിത്രത്തിന് പോലും വിസ്മയം തോന്നുന്ന വിധത്തിലുള്ള ഒരു സംഭാവനയാണ് മദറിൻ്റെത്. അതുപോലെ എനിക്ക് പറയാനുള്ള ഓരോ കാര്യം, ഈ ശ്രീനാരായണ ഗുരുവിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആധ്യാത്മിക തലത്തിൽ നിന്ന് സാമൂഹ്യ പരിഷ്കരണത്തിലേക്ക് അല്ലെങ്കിൽ ആധ്യാത്മികതയെയും സോഷ്യൽ ചേഞ്ചിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് മദർ ഏലീശ. ഇവിടെ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ ഒരു പാരമ്പര്യോടെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിൽ പോലും ഈ ആധ്യാത്മിക ജീവിതത്തിന്റെ പിന്നാമ്പുറത്തായിരുന്നു സ്ത്രീകൾ എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ ഇവൻ യൂറോപ്യൻ മോഡലുകളിലായാലും അല്ലെങ്കിൽ അന്ന് ലോകത്തെ സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ഡിഗ്നിറ്റി കിട്ടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ, ഒന്ന് വിദ്യാഭ്യാസം, അതിനുവേണ്ടിയാണ് അത് പറഞ്ഞ എത്രയോ സ്കൂളുകൾ നമ്പറൊക്കെ ഞാൻ ഒരിക്കൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി എടുത്തിരുന്നു. നമ്പർ ഓഫ് സ്കൂൾസ്, ഒത്തിരി സ്കൂളുകൾ ഉണ്ട് അറിയില്ല, ആവശ്യമായിട്ട് പറയും. പിന്നെ അതുപോലെ തന്നെ കോളേജും ഇങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇവരത് തുടർന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ ഈ വിമൻ ആൻഡ് ഓൺട്രപ്രണേഴ്സ് അങ്ങനെയുള്ള സംരംഭകരെയൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ മദർ എടുത്ത ഒരു എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഞാൻ വായിച്ചതിൽ മനസ്സിലാക്കിയതാണ് കൊളുത്ത കെട്ടൽ, അതുപോലെ തയ്യൽ, എംബ്രോയിഡറി, ഇങ്ങനെയൊക്കെ കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് പരിശീലനം കൊടുക്കും. അതും സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എല്ലാ സമുദായത്തിലും പെട്ട വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ഇത് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ അതിലൂടെയാണ് ഒരു സമുദായത്തിന്റെ ഉന്നമനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസം ഇതൊക്കെയാണ്. അപ്പോൾ ഞാനത് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ മദർ ഏലീശ പ്രത്യാശയുടെ ദീപശിഖ, എനിക്ക് തോന്നുന്നു മദർ ഏലീശ അതിനപ്പുറം ഒരു സൂര്യനെ പോലെ പ്രശോഭിക്കണം. കാരണം പ്രകാശം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ആ പ്രകാശം ഇനിയുള്ള തലമുറകളിൽ ഇപ്പോൾ ജ്വലിച്ചുകൊണ്ടേയിരിക്കും.